പരിശുദ്ധമായ ഈ സമയങ്ങളുടെ ബറക്കത്തുകൊണ്ട് ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെയ്ത സർവ്വതെറ്റുകളും നമുക്ക് പരിപൂർണമായി മാപ്പ് തന്നനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാലം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ഇബാദത്തോടെ ജീവിക്കാൻ, അവസാനം ഈ ലോകത്തു നിന്ന് ഈമാൻ സലാമത്തായി വിട പറയാനുള്ള മഹാസൗഭാഗ്യം തന്ന അള്ളാഹു നാമെ അവരെയും അനുഗ്രഹിക്കട്ടെ. രോഗബല മുസീബത്തുകൾക്ക് ശിഫയും സലാമത്തും സമാധാനവും അള്ളാഹു നസീബാക്കട്ടെ. മരിച്ചുപോയവർ നമ്മുടെ കാരണവന്മാർ തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ ഖബറാളികൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അവർ ഓരോരുത്തരുടെയും ഖബറുകൾ അല്ലാഹു ഈ മാസത്തിൻ്റെ ബറക്കത്തുകൊണ്ട് വെളിച്ചത്തിലാക്കട്ടെ. നാളെ ജന്നത്തുൽ ഫിർദൗസിൽ കൂടാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ വർഷത്തെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് ഭൂരിഭാഗം ഹാജിമാരും ഹജ്ജുമ്മമാരും, പ്രത്യേകം നമ്മുടെ നാട്ടിൽ നിന്നുള്ളവർ, അവരൊക്കെ നമ്മിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടാണ് അവരെ നാം സ്വീകരിക്കേണ്ടത്. തഖബ്ബലല്ലാഹു ഹജ്ജക്കും വ ഉംറതക്കും വ സിയാറതക്കും. നിങ്ങളുടെ ഹജ്ജ്, ഉംറ, സിയാറത്തുകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. ഖബിലല്ലാഹു ഹജ്ജക്കും. നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. വ ഗഫറ ദംബക്കും. നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പൊറുക്കട്ടെ. വ അഖ്ലഫ നഫഖതക്കും. പരിശുദ്ധ അമലിനു വേണ്ടി നിങ്ങൾ ചെലവ് ചെയ്ത നിങ്ങളുടെ സമ്പത്ത് പടച്ചവൻ അതിരട്ടിയായി നിങ്ങൾക്ക് പകരം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ മുഹറം മാസത്തിലൂടെ, അതിൻ്റെ ആദ്യത്തെ 10 നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഈ വരുന്ന തിങ്കളാഴ്ചയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം മുഹറം 10 എന്ന ആശുറാഇന്റെ ദിവസം. ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സാമ യൗമ ആശുറ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശുറ ദിവസത്തിൽ, മുഹറം 10 ദിവസത്തിൽ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. വ അമറ ബിസിയാമി. നോമ്പ് പിടിക്കാൻ റസൂൽ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നോമ്പനുഷ്ഠിക്കൽ ഏറ്റവും പ്രത്യേകമായി സുന്നത്തുള്ള ഒരു ദിവസമാണ് മുഹറം 10 ആശുറാ ദിവസം. മുഹറം 10 നോമ്പ് അനുഷ്ഠിക്കുന്നതിന് 2-3 രീതി. മുഹറം 10 നോമ്പനുഷ്ഠിക്കുന്നതിന് 2-3 രൂപങ്ങളുണ്ട് എന്നാണ്. അതിലേറ്റവും ശ്രേഷ്ഠമായത് മുഹറം 10നോടൊപ്പം അതിനു മുമ്പ് മുഹറം 9 നോമ്പ് കൂടി അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. ലൈൻ ബഖീതു ഇലാ ഖാബിലിൻ لا أصومن التاسع أيضا
അടുത്ത വർഷം കൂടി ഞാൻ ഹയാത്തിലുണ്ടെങ്കിൽ മുഹറം 9 നോമ്പുകൂടി ഞാൻ പിടിക്കും എന്ന് പറഞ്ഞ റസൂലിന്റെ ഹദീസാണ് ഇതിന് ഏറ്റവും വലിയ തെളിവ്. മുഹറം 9, 10 ഞായറും തിങ്കളും നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായ സമ്പൂർണമായ രീതി. അതല്ലെങ്കിൽ മുഹറം 10 മുഹറം 11 ചൊവ്വാഴ്ച കൂടി നോമ്പനുഷ്ഠിക്കുക. മുഹറം 10 ശേഷം 11 നോമ്പ്. വസൂമു ഖബ്ലഹു യൗമ, ഒന്നിരിക്കൽ മുമ്പ് ഒരു നോമ്പനുഷ്ഠിക്കണം. ഔ ബഅദഹു യൗമ, അല്ലെങ്കിൽ ശേഷം 11. ഇതൊക്കെ ജൂതന്മാരോട്, മുഹറം 10 മാത്രം നോമ്പനുഷ്ഠിക്കുന്ന ജൂതന്മാരോട് എതിരാകാൻ വേണ്ടിയാണ്. ഏറ്റവും ചുരുങ്ങിയത് മുഹറം 10 ദിവസത്തിൽ ആ ദിവസം മാത്രമെങ്കിലും നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ്. തിങ്കളാഴ്ച മാത്രമാകട്ടെ, മുമ്പോ ശേഷവോ ഒരു ദിവസം കൂടി ചേർത്ത് നമുക്ക് നോമ്പ് പിടിക്കാൻ കഴിയണില്ലെങ്കിൽ മുഹറം 10 മാത്രമെങ്കിലും നമ്മൾ നോമ്പനുഷ്ഠിച്ചിരിക്കണം. യുകഫിറുസ്സനത്തൽ മാലിയ, കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ അതിലൂടെ പൊറുക്കപ്പെടും, അള്ളാഹു പൊറുത്തു തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നോമ്പിന് പ്രത്യേക പുണ്യമുണ്ട്, മഹത്വമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 9, 10 അല്ലെങ്കിൽ 10, 11 അതല്ലെങ്കിൽ 3 ദിവസമോ, ഏറ്റവും ചുരുങ്ങിയത് മുഹറം 10 തിങ്കളാഴ്ച ദിവസമോ നമുക്ക് നോമ്പനുഷ്ഠിക്കാൻ സാധിച്ചിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മുഹറം 10 എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ മോചനത്തിന്റെയും സമാധാനത്തിന്റെയും പടച്ചവന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ അനുഗ്രഹത്തിന്റെയും ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ദിവസമാണ്. മുൻ കഴിഞ്ഞുപോയ നബിമാർ, അവരുടെ സമൂഹങ്ങൾ ഒക്കെ അവർ ആ കാലഘട്ടത്തിൽ അനുഭവിച്ച പ്രതിസന്ധികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാരം നൽകാൻ വേണ്ടി തെരഞ്ഞെടുത്ത ദിവസം മുഹറം 10 ആയിരുന്നു എന്നാണ്. അത് ഏത് പ്രതിസന്ധിയാകട്ടെ, എത്ര വലുതാകട്ടെ, ഒരു മനുഷ്യനെ ഈ ദുനിയാവിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് താൻ അകന്നു പോകുന്നുവോ എന്നുള്ള ആശങ്കയാണ്. പടച്ചവന്റെ റഹ്മത്തിൽ നിന്ന് താൻ അകന്നു പോകുന്നോ എന്നുള്ള ഭയാണ്, ആ സംശയമാണ്. അതാണ് ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ആശങ്ക, അല്ലെ പ്രതിസന്ധി. അത് ആദ്യം അനുഭവിച്ചതും ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്നെയാണ്. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോ ഭൂമിയിലൂടെ സ്വർഗത്തിൽ വച്ച് ചെയ്ത പാപത്തെ ഓർത്തുകൊണ്ട് അതിന്റെ പേരിൽ അള്ളാഹു തന്നെ അനുഗ്രഹീതമായ സ്വർഗത്തിൽ നിന്ന് പരീക്ഷണങ്ങളുടെ ഭൂമിയിലേക്ക് പുറത്താക്കിയ ആ സങ്കടത്താൽ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുണ്ട്. പടച്ചവൻ തന്നെ കൈവിട്ടുവോ എന്നുള്ള സംശയത്തിൽ. എന്നിട്ട് താബല്ലാഹു ഫീഹി അലാ ആദം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചതും പശ്ചാത്താപം സ്വീകരിച്ചതും അത് മുഹറം 10 ആ ദിവസമാണ്. അതിന് അല്ലാഹു തെരഞ്ഞെടുത്തതെന്നാണ്. അതുപോലെ ഭൂമി മുഴുവനും വ്യാപിച്ച മഹാപ്രളയത്തിൽ നിന്നുള്ള മോചനം നൽകാൻ അള്ളാഹു തെരഞ്ഞെടുത്തത് മുഹറം 10 തന്നെയാണ്. മുഹറം 10 എന്ന ദിവസമാണ്.
ഈ ദുനിയാവിൽ മനുഷ്യൻ വസിക്കുന്ന പ്രദേശങ്ങളാകെ വെള്ളത്തിൽ മുങ്ങിപ്പോയ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം, അതിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയത് വഅഖ്റജ നൂഹൻ മിനസ് സഫീന, ആ കപ്പലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജലപ്രളയത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയ ദിവസം അന്നാണ്. ആകാശം മുട്ടെ ഉയർന്ന ഭീകരമായ തീക്കുണ്ടാരത്തിൽ നിന്നുള്ള മോചനം അല്ലാഹു നൽകിയത് ഇത് മുഹറം 10 തന്നെയാണ്. ആകാശം മുട്ട ഉയർന്ന ഏറ്റവും വലിയ തീക്കുണ്ടാരം. വനജാ ഇബ്രാഹീം മിനന്നാർ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയാണ് തീക്കുണ്ടാരത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയത്. മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നുള്ള മോചനത്തിന് അല്ലാഹു വഴിയൊരുക്കിയതും മുഹറം 10 തന്നെയാണ്. വഫീഹി അഖ്റജ യൂനുസ് മിൻ ബത്നിൽ ഹൂത്ത്, മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയ ദിവസവും മുഹറം 10. അതുപോലെ അതിമാരകമായ അസുഖത്തിൽ നിന്ന്, ആളുകൾ വെറുക്കുന്ന, സമൂഹം ആട്ടിയോടിക്കുന്ന, ശരീരം ചീഞ്ഞു പുഴുത്തു നാറുന്ന അതിഭീകരമായ മാരകമായ അസുഖത്തിൽ നിന്ന് അല്ലാഹു മോചനം കൊടുത്തത്. വഫീഹി കശഫസ് ളുറ അലാ അയ്യൂബ്, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു മോചനം കൊടുത്തത് ഒക്കെ മുഹറം 10 വേറെ ദിവസങ്ങളില്ലായിരുന്നിട്ടല്ല, അള്ളാഹ് തെരഞ്ഞെടുത്തത് ആ ദിവസത്തെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തത് ആ ദിവസത്തെയാണ്. ലോകത്തെ ഏറ്റവും വലിയ അക്രമിയായ ഭരണാധികാരിയായിരുന്ന ഫിർഔൻ, ആ ഫിർഔനിൽ നിന്ന് കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഇസ്രായേൽ സമൂഹത്തിന് അല്ലാഹു രക്ഷ കൊടുത്തത് അത് മുഹറം 10. വഫീഹി ഫലകൽ ബഹ്റ ലിബനി ഇസ്രായീൽ, സമുദ്രം പിളർത്തിയിട്ടാണ്, തിരമാലകൾ വകഞ്ഞു മാറ്റി കൊടുത്തിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ സമൂഹത്തെ രക്ഷപ്പെടുത്തിയത്. അങ്ങനെ ചരിത്രം വായിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയ നബിമാർ അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റുവാങ്ങിയ വലിയ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും, അവരുടെ സമൂഹത്തിനുണ്ടായ പ്രതിസന്ധികൾ, അതിനൊക്കെ മോചനം കൊടുത്തത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശുഅബ് അബീ ത്വാലിബ് മലഞ്ചെരുവിലെ ഉപരോധത്തിൽ നിന്ന് പടച്ച റബ്ബ് രക്ഷപ്പെടുത്തി മോചനം കൊടുത്ത ദിവസവും അതും മുഹറം 10 തന്നെയെന്നാണ്. സ്വന്തം നാട്ടുകാര് ശത്രുക്കളായി മാറിയപ്പോ ശുഅബ് അബീ ത്വാലിബ് എന്ന മലഞ്ചെരുവ് ഒരു തടവറയായിട്ട് മാറിയപ്പോ സ്വന്തം നാട്ടിൽ ആ ശുഅബ് അബീ ത്വാലിബ് എന്ന മലഞ്ചെരുവിൽ അഭയാർത്ഥിയെ പോലെ ജീവിക്കേണ്ടി വന്ന സാഹചര്യം, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിത കാലഘട്ടത്തിൽ റസൂല് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്ന പ്രയാസപ്പെട്ട നാളുകൾ എന്ന് പറഞ്ഞാൽ ആ ഉപരോധത്തിന്റെ 2 വർഷങ്ങളാണ്. പച്ചിലകൾ കഴിച്ച് ജീവിച്ചിട്ടുണ്ട്. ഒരു എല്ലിന്റെ കഷ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പൊടിച്ചിട്ട് വെള്ളത്തിലിട്ട് കുടിച്ചിട്ടുണ്ട് റസൂലും സഹാബത്തും. ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ കുടല് ഉണങ്ങി ചുരുണ്ടിട്ട് കുടലില് പുണ്യരോഗം പിടിപെട്ടിട്ടുണ്ടെന്നാണ് അള്ളാന്റെ റസൂലിനും സഹാബത്തിനും പലർക്കും. നിരന്തരം ഭക്ഷണം കഴിക്കാതെ വന്നപ്പോ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുറൈശികളുടെ ഉപരോധം അവസാനിപ്പിച്ചത് മുഹറം 10 എന്നാണ്. അതിനും അല്ലാഹു തെരഞ്ഞെടുത്തത് ഈ നിലക്ക് അള്ളാന്റെ റസൂല് മുതൽ അതിനപ്പുറത്തേക്ക് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള പ്രവാചക ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോ അവരുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും എന്തായിരുന്നോ അതിൽ നിന്നൊക്കെ മോചനം മുഹറം 10 എന്നാണ്. അതുകൊണ്ട് റസൂല് നോമ്പ് പിടിച്ചിട്ടുണ്ട്. ആ ദിവസം സുന്നത്ത് നോമ്പ് നമ്മോട് നോമ്പ് അനുഷ്ഠിക്കാനും കൽപ്പിച്ചിട്ടുണ്ട്.
ആ ദിവസവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ സുന്നത്തതാണ് മുഹറം 10 തിങ്കളാഴ്ച ദിവസം നമ്മൾ സുന്നത്ത് നോമ്പുകാരാകുക. തിങ്കളാഴ്ച ദിവസം സുന്നത്ത് നോമ്പ് ആദ്യം സൂചിപ്പിച്ചതുപോലെ മുഹറം 9 ആദ്യം സൂചിപ്പിച്ചതുപോലെ മുഹറം 9 കൂടി നോമ്പൊടിക്കുക, അതല്ലെങ്കിൽ 11 കൂടി നോമ്പൊടിക്കുക. ആശുറാവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ സുന്നത്തതാണ്. രണ്ടാമത്തത് മുഹറം 10 ദിവസം തിങ്കളാഴ്ച ജീവിതത്തിൽ കുടുംബത്തിൽ വിശാലത ചെയ്യുക. അത് വർഷം മുഴുവനും കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകാൻ അത് സബബാണ്, കാരണമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുള്ളത് ആ തിങ്കളാഴ്ച ദിവസം ഒരു പെരുന്നാൾ പോലെ എന്നൊക്കെ പറയാം. നോമ്പാണെന്ന് ഭക്ഷണത്തിലൊക്കെ അല്പൊരു വിശാലത, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം അതല്പം കൂടുതലായിക്കോട്ടെ. അതിന് അന്നത്തെ ആ ഭക്ഷണത്തിൽ വിശാലത കാണിക്കുന്നതിന് ആർഭാടം എന്ന് പറയില്ല, അത് സുന്നത്താണ്. സദക്കകൾ കൊടുക്കുക, സദക്കകൾ കൊടുക്കുക, ഇതൊക്കെ ആ ദിവസവുമായി ബന്ധപ്പെട്ട സുന്നത്തായ അമലുകളാണ്. ഈ സുന്നത്ത് എന്ന് പറയുമ്പോ പാടെ സുന്നത്തുകളെ അവഗണിക്കുന്ന ഒരു രീതി ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കിടയിലുണ്ട്. അത് സുന്നത്തല്ലേ എന്ന് ചിന്തിക്കുക. അത് നിസ്കാരാകട്ടെ, നോമ്പാകട്ടെ, മറ്റു കാര്യങ്ങളാകട്ടെ, അതൊക്കെ സുന്നത്തല്ലേ. ദുൽഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട അറഫ നോമ്പ് സുന്നത്താണ്. ആ അറഫ നോമ്പ് 2 വർഷത്തെ പാപങ്ങൾ, കഴിഞ്ഞുപോയ വർഷത്തെയും ഇനി വരാനുള്ള ഒരു വർഷത്തെയും പാപങ്ങൾ അതിലൂടെ പൊറുക്കപ്പെടും എന്ന് നമ്മൾ ഇതുപോലെ ഈ വെള്ളിയാഴ്ച മിമ്പറിന്റെ മുന്നിൽ നിന്ന് നമ്മൾ കേട്ടിട്ട് നമ്മുടെ കൂട്ടത്തിൽ എത്ര പേര് കഴിഞ്ഞ മാസം സുന്നത്തായ അറഫ നോമ്പ് അനുഷ്ഠിച്ചവരുണ്ട് എന്ന് സ്വയം ചോദിക്കും. അത് സുന്നത്തല്ലേ എന്നാണ് പലരും ചിന്തിക്കുന്നത്. സുന്നത്തുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത സ്വാധീനം ഉണ്ടെന്നാണ്. മഗ്‌രിബിന് ശേഷം വാഖിഅ സൂറത്ത് ഓതൽ സുന്നത്താ. വാഖിഅ സൂറത്ത് സുന്നത്താണ്, ചെയ്തില്ല എന്നോർത്ത് ഒരു കുഴപ്പമില്ല. പക്ഷേ അതിലൂടെ ജീവിതത്തിലെ ദാരിദ്ര്യം മാറുമെന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിക്കാൻ. അതിലൂടെ ജീവിതത്തിലെ ദാരിദ്ര്യം മാറും. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ മലക്കുകൾ ആ ബിസ്മി ചൊല്ലുന്ന സമയത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യും. അനുഗ്രഹത്തിന്റെ മലക്കുകൾ ബാറകല്ലാഹു ലക്കും ഫീ തആമിക്കും, നിങ്ങളുടെ ഭക്ഷണത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, അങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. നമ്മളൊരു ബിസ്മി ചൊല്ലുമ്പോൾ നമ്മൾ കേൾക്കാതെ, നമ്മളറിയാതെ നമ്മുടെ അടുത്ത് നിന്ന് അള്ളാന്റെ അനുഗ്രഹത്തിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ഉണ്ടാകുന്നത് ഭക്ഷണത്തിൽ നിന്നാണ്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ രോഗികളായി മാറുന്നത് പല നിലക്കുള്ള ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന പോയിസണിലൂടെയും അല്ലാതെയും ഒക്കെയാണ്. 30-40 ദിവസം കണ്ട് 2, 3, 4 കിലോ തൂക്കം വരുന്ന ചിക്കനോടാണ് നമ്മുടെ കുട്ടികൾക്കും നമുക്കും ഒക്കെ താല്പര്യം. 30-40 ദിവസം കണ്ട് നാടൻ കോഴി ആ തൂക്കമാകണമെങ്കിൽ എത്ര വർഷം വേണം? ഹോർമോൺ കുത്തിവെച്ച്, മരുന്നുകൾ കുത്തിവെച്ചിട്ട് 30-40 ദിവസം കണ്ട് നമുക്കെല്ലാവർക്കും അത് പല പേരുകളിൽ, കുഴിമന്തി ആകട്ടെ, അൽഫാം ആകട്ടെ, ഷവാമയാകട്ടെ, ഫ്രൈഡ് ചിക്കൻ ആകട്ടെ, ഷവായ ആകട്ടെ, എന്ത് പേരിലാകട്ടെ, നമുക്കും നമ്മുടെ പുതിയ തലമുറക്കും നമ്മുടെ കുട്ടികൾക്കും ഒക്കെ അതിനോടാണ് താല്പര്യം. എങ്ങനെയാണ് രോഗങ്ങൾ പിടിപെടാതിരിക്കുന്നത്? അള്ളാന്റെ റസൂല് പറയാൻ, ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മലക്കുകൾ വന്നിട്ട് അടുത്ത് നിന്നിട്ട് ദുആ ചെയ്യും. ബാറകല്ലാഹു ലക്കും ഫീ തആമിക്കും, നിങ്ങളുടെ ഈ ഭക്ഷണത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, നിങ്ങൾക്കത് അനുഗ്രഹമാകട്ടെ, നിങ്ങൾക്കത് അപകടമാകാതിരിക്കട്ടെ എന്നൊരു ദുആ ആ ബിസ്മിയിലൂടെ മലക്കുകളുടെ ദുആ നമുക്ക് വേണ്ടി കിട്ടും എന്നുള്ളത് അത് വലിയൊരു പ്രതീക്ഷയാണ് നമുക്ക്. അതുകൊണ്ട് സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ പാടെ നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയരുത്.
അത് ഏത് സുന്നത്താകട്ടെ, പ്രത്യേകിച്ച് മുഹറം 10 ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രധാനപ്പെട്ട സുന്നത്ത് നോമ്പനുഷ്ഠിക്കൽ, ജീവിതത്തിൽ കുടുംബത്തിൽ വിശാലത കാണിക്കൽ, അതൊക്കെ നമ്മൾ താല്പര്യത്തോടെ ഇഖ്ലാസോടെ നമ്മൾ അനുഷ്ഠിക്കുമ്പോ അതിന്റെ നേട്ടങ്ങൾ ആഖിറത്തിൽ ഉറപ്പാണ്, ദുനിയാവിലും നമുക്ക് വലിയ പ്രതീക്ഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ, നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.